എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത സുരേഷ്, പൂനെയിൽ നിന്ന്. ഈ അടുത്തിടെ ഒരു ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാനിടയായി. സാധാരണ ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പം അത് പുരാണ കഥകളെക്കുറിച്ചും അതിലത്തെ ആളുകളെ, നമ്മളുടെ ദൈവങ്ങളെയൊക്കെ കുറിച്ച് വർണ്ണിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അത് കുറേ ആളുകൾക്കത് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ന്യൂജൻ ആളുകൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ എപ്പോഴും നമ്മളുടെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വെറും ഭക്തി കാര്യങ്ങൾ മാത്രമല്ലാതെ നമ്മളുടെ ലൈഫുമായി കണക്ട് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതുപോലെ ഭാഗവത സപ്താഹം, പിന്നെ ഇങ്ങനെയുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എല്ലാ ജാതി മതങ്ങളെയും ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ മതങ്ങളിലും ഉണ്ടാവുമല്ലോ അവരവരുടേതായ ആധ്യാത്മിക കാര്യങ്ങൾ പറയലുമൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫ് തന്നെയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും പല പല നല്ല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും പല പല മിസ്റ്റേക്സ് ഉണ്ട്. മിസ്റ്റേക്കുകളില്ലാത്ത ആൾക്കാരില്ല. എല്ലാവർക്കും പല പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യന്മാരായി തീരാൻ ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി 41 ദിവസം വ്രതം എടുത്തിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇത്രയും വ്രതങ്ങളൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ അത് വെറുതെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല ഈ വ്രതം എടുക്കുന്നത്. ഓരോ വ്രതങ്ങളും ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് വ്രതങ്ങൾ എടുക്കുന്നത്. ഈ വ്രതങ്ങളൊക്കെ എടുത്ത് നമ്മൾ മല ചവിട്ടി ചെരുപ്പിടാതെയൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലെ ഈഗോ, പിന്നെ നമ്മളുടെ മറ്റ് പല മോശ കാര്യങ്ങളുണ്ടാവുമല്ലോ. നമുക്ക് ദേഷ്യം, പിന്നെ വേറെ ആൾക്കാരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, നമ്മളുടെ ഈഗോ, നമ്മളുടെ കുശുമ്പ്, നമ്മളുടെ അസൂയ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും നമുക്ക്. അതൊക്കെ നമ്മൾ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാക്രിഫൈസ് ചെയ്ത് പോകുന്നത്, ത്യാഗങ്ങളൊക്കെ സഹിച്ച് പോകുന്നത്. അങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സെല്ലാം നന്നാവും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ചുറ്റുവട്ടത്തുള്ള നമ്മളും മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ഇതൊരു എന്തോ ഒരു നിയമം പോലെ നമ്മളതനുസരിച്ച് പോകുന്നു എന്നല്ലാതെ അതിൽ നിന്ന് ആരും ഒരു പാഠം പഠിക്കുകയോ അല്ലെങ്കിൽ ആരും അതിൽ നിന്നൊന്നും ഉൾക്കൊള്ളുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വ്രതം എടുക്കണം, പോകണം, ശബരിമലക്കാണെങ്കിൽ അങ്ങനെ, മറ്റ് മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഉപവാസങ്ങളും കാര്യങ്ങളും ഒക്കെ, നോമ്പുകളൊക്കെ അവർ ഇത്രയും ദിവസങ്ങൾ കഷ്ടപ്പെട്ടെടുക്കും. അതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ അവസാനം എന്താണ്, പഴയ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു മാറ്റങ്ങളും വരുന്നില്ല. ഒരു നല്ല കാര്യങ്ങളും നമ്മളുടെ ശരീരത്തിലോ നമ്മളുടെ മനസ്സിനോ സംഭവിക്കുന്നില്ല. ഇത് ആർക്കോ വേണ്ടിയെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ഞാൻ ഈ അടുത്തിടെ ഒരു പ്രഭാഷണം കേട്ടപ്പോൾ അതൊരു ന്യൂജൻ